പുന്നപ്ര മുതൽ തോട്ടപ്പള്ളി വരെയുള്ള തീരദേശ കാർഷിക മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. പരാതികൾ നൽകിയിട്ടും അധികൃതർ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് ആലപ്പുഴയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ ജനപ്രതിനിധികൾ പ്രതിഷേധിച്ചു. പുന്നപ്ര മുതൽ തോട്ടപ്പള്ളി വരെയുള്ള തീരദേശ കാർഷിക മേഖലകളിൽ കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ വലയുകയാണ്. ഓരോ ദിവസവും ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും നേരിട്ട് കണ്ട് പരാതി അറിയിച്ചിട്ടും ഫലമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ജനപ്രതിനിധികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. ആലപ്പുഴ വഴിച്ചേരിയിലെ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലായിരുന്നു പ്രതിഷേധം. ജില്ലാ പഞ്ചായത്ത് അംഗം AR കണ്ണൻ, പുറക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റഹ്മത്ത് ഹമീദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആര്യ കൃഷ്ണൻ, സിമി പൊടിയൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബീന സുരേഷ്, സുമേഷ് രാജൻ, നജീബ് അരീശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് വീട്ടമ്മമാരും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. അമ്പലപ്പുഴ തെക്ക് വടക്ക് പുറക്കാട് പഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നത്തിന്റെ രൂക്ഷത വ്യക്തമാക്കുന്ന വീഡിയോകളും ഫോട്ടോകളും സഹിതമാണ് ഇവർ ഉദ്യോഗസ്ഥരെ കണ്ടത്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തുടരുന്ന പശ്ചാത്തലത്തിൽ പ്രതിഷേധം ശക്തമായതോടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടു. തുടർന്ന് കരാറുകാരെ വിളിച്ചുവരുത്തി നടത്തിയ ചർച്ചയിൽ 10 ദിവസത്തിനകം കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകി. ഈ ഉറപ്പിന്മേലാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. തെക്ക്, അമ്പലപ്പുഴ, വടക്ക്, പുറക്കാട് പഞ്ചായത്തുകളിൽ വളരെയേറെ ദിവസമായി കുടിവെള്ളം വളരെ രൂക്ഷമായി. കുടിവെള്ളം കിട്ടാത്തൊരു കുടുംബത്തിലെ കുട്ടിയാണ്. ആ കുട്ടിയടക്കം കുടുംബങ്ങൾ വളരെ പ്രയാസപ്പെട്ടു. ജനപ്രതിനിധികളെ നിരന്തരമായി വിളിക്കുന്നു. ഞങ്ങളിവിടെ വന്നു, AEയെ കണ്ടു, AXയെ കണ്ടു, ഞങ്ങൾ ജില്ലാ കളക്ടറെ കണ്ടു, ADMനെ കണ്ടു, ദുരന്ത നിവാരണത്തിൻ്റെ ചുമതലയുള്ള ADMനെ ഉൾപ്പെടെ കണ്ടു. 21ഓളം പോയിന്റുകൾ പൊട്ടി ജലം പാഴാകുന്നത് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. നിരവധി തവണ ഇവിടെ വന്നിട്ട് പോലും പ്രശ്നത്തിന് പരിഹാരം കാണുന്നില്ല. ആ സമയത്താണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഉൾപ്പെടെ ഞങ്ങൾ ഇന്നേ ദിവസം ഇവിടെ എത്തിയത്. പക്ഷേ ഞങ്ങളിവിടെ എത്തുമ്പോഴും അതിന് ശാശ്വതമായ ഒരു പരിഹാരത്തിനല്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും കരാറുകാരൻ്റെ കുഴപ്പം, AEയുടെ കുഴപ്പം, AXയുടെ കുഴപ്പം, NHന്റെ കുഴപ്പം, ഞങ്ങൾ കുഴപ്പം പറയാനും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. പ്രശ്നം പരിഹാരത്തിനാണ് വന്നത്. ഞങ്ങളിവിടെ ബഹളം ഉണ്ടാക്കാൻ വന്ന ആളുകളല്ല. ഈ പ്രശ്നത്തിന് ഞങ്ങൾ 10 ദിവസത്തെ സമയം കൊടുത്തു. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ എന്നുള്ള നിലയിലാണ് ഞങ്ങൾ കൊടുത്തത്. ആ അഫക്റ്റ് ചെയ്യുന്ന വീടുകൾ ഉൾപ്പെടെ നിന്ന് 10 ദിവസത്തിനകം ഇത് സാധ്യമായില്ല എങ്കിൽ, കുടിവെള്ളത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടില്ല എങ്കിൽ ഈ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ വലിയ ജനകീയ പ്രക്ഷോഭത്തിന് ഞങ്ങൾ നേതൃത്വം നൽകും. അതിനെ ഞങ്ങളെ ഇടവരുത്തരുത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരോട് പറയുന്നത്. ഞാൻ ഇന്ന് മുതൽ ഞാൻ മോണിറ്റർ ചെയ്തോളാം നിങ്ങളുടെ ഏതൊക്കെ പഞ്ചായത്താണെന്നുള്ളത്. ഞാൻ ഞങ്ങളുടെ ഡിവിഷൻ ഓഫീസിൽ മാനേജ് ചെയ്യാം. കഴിഞ്ഞ കമ്മിറ്റിയിൽ തീരുമാനമെടുത്ത മെമ്പർമാരുടെ വിളിപ്പിച്ച് ചർച്ച ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പ്രശ്നമില്ല. എന്ത് വർക്കും എനിക്ക് ചെയ്യാൻ വേണ്ടി പ്രശ്നമുണ്ടെന്ന് കരാറുകാർ പറഞ്ഞു. വിളിച്ച കരാറുകാരെ അത് പറയുന്നത് നോർമൽ കേസിൽ ഒരു ഫണ്ട് കൊടുക്കുന്നതിനാണ്. എമർജൻസി ഫണ്ട് ഞങ്ങൾക്ക് ഈ വർക്ക് എപ്പോൾ ചെയ്തു തരാൻ പറ്റും? ഈ ഒരു കേസിൽ നോക്കാം. അത് നോക്കിയിട്ട് എനിക്ക് നോക്കിയിട്ട് പറയാൻ പറ്റും. വേറെ ഒരു പഞ്ചായത്തിൽ നിന്ന് വെള്ളം എടുക്കുന്നത് ഞാൻ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ആലപ്പി കുടിവെള്ളം അല്ലല്ല, അത് കേക്ക് വേണ്ടത്.